ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വെള്ളത്തിന്റെ അതൊക്കെ നിൽക്കുന്നത് കണ്ടോ. നമ്മുടെ ഇവിടെ ഒക്കെ മുഴുവൻ വെള്ളമായി കേട്ടോ. വഴിയാണിത്. നമ്മുടെ ഈ വഴിയിൽ നിന്ന് വേണം മെയിൻ റോഡിലോട്ട് കയറാനായിട്ട്. ഇപ്പൊ ഇതിലെ പോയാലും വെള്ളമാണ്. നടുക്ക് കുറച്ച് ഭാഗമൊക്കെ വെള്ളം ഇല്ലാതെ കിടക്കും, ബാക്കിയെല്ലാം വെള്ളമാണ് കേട്ടോ. നമ്മൾ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങിയതാ, ജസ്റ്റ് പാലൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതിന്റെ കൂടെ നമ്മുടെ മെയിൻ റോഡ്, നമ്മുടെ മീനച്ചിലാറ് വഴി, അതായത് ആറ് നിറഞ്ഞ് വഴിയിലോട്ടൊക്കെ വെള്ളമായെന്ന് കേട്ടു. അന്നേരം അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടോ, ഈ വെള്ളമൊക്കെ നീന്തി വേണം നമ്മൾ മെയിൻ റോഡിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുടയൊക്കെ പിടിച്ചിറങ്ങാം. ഇപ്പം ഇച്ചിരി മഴ തോർന്ന കാരണം ആ സമയത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഓരോ വീടുകളിലും താന്ന് കിടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ നിന്നൊക്കെ പോയി കേട്ടോ. കാരണം വെള്ളം കയറുമ്പം ബാത്റൂം പ്രശ്നങ്ങളും പിന്നെ സാധനങ്ങൾ, ഇത് ഒരുപാട് സാധനങ്ങളൊക്കെ നശിച്ചു പോകും കേട്ടോ ഇതുപോലെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, എന്നാലും സാരമില്ല, നമ്മൾ പോവാണ്. ഇതാ നമ്മുടെ മീനച്ചിലാറിൻ്റെ തീരത്തൊക്കെ എത്തിയിട്ടാ, എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോയി നിന്ന് ചൂണ്ടയിടുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പം 2 പിള്ളേർ ചൂണ്ടയിടുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചൂണ്ടയിടുന്ന കണ്ടുകൊണ്ട് ഞാൻ അവരോട് മീനെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് അവരുടെ വിശേഷമൊക്കെ തിരക്കി. അപ്പോൾ മീനെ കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അവർ വന്ന് കുറച്ച് നേരം ആയതുള്ളെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചൂണ്ടയൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഈ സൈഡൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ അടന്നു പോയിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടെയൊക്കെ കെട്ടിയെടുത്തതാണ്. അപ്പോൾ ഈ ചൂണ്ടയിടാൻ വരുന്ന അവർ കാസർഗോഡ് നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതാണ്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, വന്ന് ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ വെള്ളം ഇത്രയും കയറി കിടക്കുമ്പോൾ എങ്ങനെ അടന്നു പോകുമെന്നോ ഒന്നും അറിയത്തില്ല. കാരണം ഇവിടെ ഉള്ളവർക്ക് തന്നെ നല്ല തിട്ടമില്ല. അതിൻ്റെ കൂടാണ് വേറൊരു സ്ഥലത്തു നിന്നൊക്കെ വന്ന് ഇവിടെ ചൂണ്ടയിടുന്നവർ, അവരൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം. സൈഡിലൊക്കെ നിന്നാൽ എപ്പം വേണേലും ഇടിഞ്ഞു പോകാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആറ് കവിഞ്ഞ് വഴിയിലോട്ടായി വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ കാണാം നമുക്ക്. വേനൽക്കാലത്ത് തന്നെ അവിടെയൊക്കെ വന്നിടുന്ന വൈകുന്നേരങ്ങളിൽ 4 മണി 5 മണിക്കൊക്കെ വന്ന് നമ്മൾ ഒരു ബജ്ജിക്കടയാണത്, ബജ്ജിയും കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകുന്നതാണ്. അതൊക്കെ രസമാണ്, ആറിൻ്റെ തീരത്തൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ കഴിക്കാൻ. പക്ഷേ ഇപ്പം കണ്ട വെള്ളമൊക്കെ കയറി അവർ അവിടെ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അവർ അവിടെ എല്ലാം കെട്ടി വെക്കുകയാണ് കേട്ടോ. എല്ലാം കയറിട്ട് വലിച്ചു കെട്ടുകയാണ്. കാരണം വെള്ളം കൂടുന്ന അനുസരിച്ച് എന്തെങ്കിലും ഒക്കെ നാശങ്ങളൊക്കെ ഉണ്ടാകാതെ ഒഴുകി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ കയറിട്ട് വലിച്ചു കെട്ടുന്നു. അപ്പം ഇത്ര അടുത്ത് നിന്നിട്ട് പോലും ഒരു പേടിയുണ്ട് കേട്ടോ. നമ്മൾ ആറും വഴിയിലാണ് നിൽക്കുന്നെങ്കിൽ പോലും ഒരു പേടി, ഭയത്തോടു കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കൗതുകം പോലെ എല്ലാ ആൾക്കാരൊക്കെ വന്ന് കാണുന്നു എടുക്കുന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുമരകത്തോട്ട് പോകുന്ന, ചേർത്തല ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ, മെയിൻ റോഡാണ്. അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ കുറേ ഭാഗത്തെല്ലാം വെള്ളം കയറി ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് കരുതി വന്നതാണ്. നമ്മുടെ ഭാഗത്തെല്ലാം ഇതുപോലെ ചെറിയ തോടിലെല്ലാം വെള്ളം കയറി അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി നമ്മുടെ താന്ന് കിടക്കുന്ന പ്രദേശത്തോട്ടൊക്കെ വെള്ളമായിട്ടുണ്ട്. പിന്നെ തന്നെ ഇത് നമ്മുടെ കോട്ടയത്തോട്ട് പോകുന്ന റൂട്ടാണ് കേട്ടോ. നമ്മുടെ ചേർത്തല കുമരകത്തുനിന്ന് വരുന്ന വണ്ടികൾ പോകുന്നതാണ്. ഇപ്പം മഴ കുറഞ്ഞ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചെറുതായിട്ട് തൂളുന്നുള്ളൂ കേട്ടോ, അത് നമുക്ക് സാരമില്ല. അപ്പം മഴ ഒരുപാട് കൂടുന്നതിന് മുമ്പേ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുക താഴ്ത്തങ്ങാടി ആലിമൂട് ഭാഗമൊക്കെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് അകത്തോട്ടുള്ള പ്രദേശമൊക്കെ വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. ആറ്റി ഒരുപാട് വെള്ളം കൂടി കഴിയുമ്പോഴത്തേന് നമ്മുടെ ചെറിയ തോടൊക്കെ ഉണ്ട്, ആ തോട്ടിലോട്ടൊക്കെ വെള്ളം നിറഞ്ഞ് അതിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ അതേ ഇതാണ് ഷട്ടർ ഇട്ടേക്കുന്നത്, നമ്മുടെ തോട്ടിലോട്ടുള്ളതാണ് കേട്ടോ. ഈ ഷട്ടർ പൊക്കി അകത്തോട്ട് പോയെങ്കിൽ ഒരുപാട് വെള്ളം താഴ്ന്ന പ്രദേശത്തോട്ടൊക്കെ കയറും. ഇപ്പം ഷട്ടർ ഇട്ടിട്ട് തന്നെ അതിൻ്റെ അകത്തൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ ഏത് തോടെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തുണ്ട്, ഈ തോട് വഴി അകത്തോട്ട് പോയി പാടത്തോട്ടൊക്കെ വെള്ളം ഇറങ്ങി അവിടുന്ന് ഓരോ ചെറിയ താഴ്ന്ന പ്രദേശത്തോട്ടൊക്കെ വെള്ളമാകും. പിന്നെ ഇവിടുത്തെ ആലിമൂട് വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ. ഇവിടെ ഒരു 8-10 പടിയൊക്കെ ഉള്ളതാണ്, നമുക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല, അതുപോലെ വെള്ളമായി. പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തൊക്കെ വെള്ളമായി കേട്ടോ. ഇതാണത്. അപ്പോൾ ആൾ തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഇപ്പം യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ടും തയ്ക്കുന്ന സമയമല്ലേ, അതുകൊണ്ടായിരിക്കും ആൾ തുറന്നത്. അപ്പോൾ ഇത്രയൊക്കെ കണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഇനി സാധനം മേടിച്ച് വീട്ടിൽ പോകണം. ഓക്കെ, ബൈ.